ഈ സുധാകരന്മാരാണല്ലോ ഇപ്പം പ്രശ്നം. ഇപ്പം ജി സുധാകരൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ജനകീയ സ്വതന്ത്രനായിട്ട് പുള്ളി മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു വാക്ക്. എന്താണ് ഈ ജനകീയ സ്വതന്ത്രൻ? എന്തെങ്കിലുമൊക്കെ വേണ്ടേ? സത്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ആൾക്കാർ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും. അദ്ദേഹം പറയുന്നത് പിന്നെ ചേർത്തലയിൽ പി പ്രസാദിനെതിരെ പോയി പ്രചരണം നടത്തും. അപ്പം ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? ഈ ജി സുധാകരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? തെറ്റ് തിരുത്താനാണോ, അതോ ജി സുധാകരൻ എന്ന് പറയുന്ന തെറ്റിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സഖാവ് തെറ്റിലേക്ക് നടന്നു കയറുന്നതാണോ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്ന VD സതീശൻ കുളം കലക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഹരിത MLA-മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ രൂപം കൊടുത്തുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ പിന്നെ VD സതീശൻ തന്നെ ഇവിടെ കുളം കലക്കിയിട്ടുണ്ട്. അവിടുത്തെ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ അന്ന് UDF ഉണ്ടായ ഒരു വിമത സ്വരം എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കേണ്ടത് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ നിന്നുകൊണ്ട് കിട്ടാവുന്നിടത്തോളം പാർട്ടിയിൽ നിന്ന് എടുത്തു. അപ്പോഴാണ് പാർട്ടി ഒരു തീരുമാനം 75 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായപരിധി കൊണ്ടുവയ്ക്കുന്നത്. ആ പ്രായപരിധി കൊണ്ടുവച്ചുകൊണ്ട് പിന്നെ അങ്ങനെയുള്ളവർക്ക് 75 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വോട്ട് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവെക്കുന്നു. ഇതെങ്ങനെയാണ് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം എതിരായി മാറുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പാർട്ടിയിൽ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ പാർട്ടി ഇപ്പൊ ഒരു സ്ഥാനാർത്ഥിയാവുന്നത് എങ്ങനെയാണ്? എനിക്ക് സ്വയമേ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ ഒരു പാർട്ടിയുടെ ടിക്കറ്റ് മത്സരിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ അങ്ങനെ ആയിരുന്നെങ്കിൽ കെ സുധാകരനെ മത്സരിക്കാമായിരുന്നു. എന്നിട്ടും കഴിഞ്ഞില്ലല്ലോ. എന്താ? പാർട്ടിയുടെ നിലപാടാണ്. പിണറായി വിജയൻ നാളെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് അപ്പീലില്ല. അവിടെ യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ആ പാർട്ടിയുടെ അനുഭാവിയാണെങ്കിൽ, പാർട്ടി പ്രവർത്തകനാണെങ്കിൽ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാളാണെങ്കിൽ പാർട്ടി പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് അയാളുടെ ജീവിത വ്രതമായിരിക്കണം. കാര്യം ഇദ്ദേഹം ജീവിച്ച കാലം അത്രയും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ജീവിതമാണെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് പാർട്ടി പറയുന്നത് തനിക്കെതിരായിട്ട് തീരുമാനത്തെ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ഇപ്പൊ പറയുന്നത് ജനകീയ സ്വതന്ത്രനായി മത്സരിക്കും. എന്താണ് ജനകീയ സ്വതന്ത്രൻ? ഇവിടെ പരസ്യമായി UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. അപ്പൊ UDF-നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ ജനകീയ സ്വതന്ത്രം എന്ന് പറയുന്നത്? അപ്പൊ UDF-കാർ വിചാരിച്ചാൽ പിന്നെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ജി സുധാകരൻ അടമനായിട്ട് വിശ്വസിക്കുന്നു. അത് തന്നെ കാരണം അമ്പലപ്പുഴയില്. അപ്പൊ അതിനൊരു പോംവഴിയാണ്, അതിനുള്ള ഒരു പുതിയ തന്ത്രമാണ് ജനകീയ സ്വതന്ത്രം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഭരണം ഇഷ്ടപ്പെടാത്ത, പിണറായി വിജയനിൽ നിന്ന് പിരിഞ്ഞു മാറി നിൽക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ CPM-ന്റെ ചില തീരുമാനങ്ങളോട് യോജിക്കാൻ കഴിയാത്ത അവരെല്ലാം കൂടെ ചേർത്തിട്ട് നോട്ടയോട് സാമ്യം. അതെ അത് തന്നെ അത്തരത്തിലുള്ള അത് ആ ലെവലിലേക്ക് ജനകീയനായി നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ പച്ചയ്ക്ക് പറഞ്ഞാൽ അയാൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാ, UDF-ന്റെ സ്ഥാനാർത്ഥിയാ. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല, ഒരു കഴഞ്ച് മാറ്റം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ UDF-ന് വേറെ സ്ഥാനാർത്ഥി ഇല്ലെന്നേ. ഈ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജി സുധാകരൻ പറയുന്ന കാര്യത്തെ നമുക്ക് അംഗീകരിക്കാം. ജനകീയ സ്വതന്ത്രൻ ആർക്ക് വേണേ പറയാം. പണ്ട് ഇവിടെ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ പിണറായി വിജയനെതിരെയാണെന്ന് പറഞ്ഞുകൊണ്ട് KM ഷാജഹാൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ചിട്ടുണ്ട് ആരിഫിനെതിരെ. ഓർമ്മയുണ്ടാവും. അദ്ദേഹം VS-ന്റെ വളരെ അടുത്ത പക്ഷക്കാരനായിരുന്നു. അദ്ദേഹം പിന്നെ ഇവിടെ വന്നിട്ട് ആലപ്പുഴയിൽ മത്സരിച്ചു. അപ്പം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ജനകീയനായി അല്ലെങ്കിൽ ജനകീയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജനകീയ സ്വതന്ത്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരിക്കാം. പക്ഷെ അപ്പോൾ അവിടെയും ആരെങ്കിലും പിന്തുണയ്ക്കാൻ വരുന്നവരുടെ എണ്ണം കുറവായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്നും ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ കാണാനായിട്ട് KC വേണുഗോപാൽ എന്ന് പറയുന്ന AICC-യുടെ ജനറൽ സെക്രട്ടറി വരുന്ന സമയം, ആ സമയം എന്താണ്? നമ്മളെല്ലാവരും പിന്നെ ആകാംക്ഷയുടെ കാത്തിരുന്ന് എന്തോ വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യും. അന്ന് KC പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം KC പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്തില്ല, ഇത് വെറും ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ്, നിങ്ങൾ വേറെ അർത്ഥമൊന്നും കൊടുക്കരുത് എന്ന് KC വളരെ മാന്യമായ ഭാഷയിൽ രാഷ്ട്രീയം തൊടാതെ പറഞ്ഞുപോയി. എന്നാൽ പിന്നെ ജി സുധാകരൻ ചെയ്ത് എന്താണ്? സുധാകരൻ ഉച്ചത്തിൽ ബേളം ഉണ്ടാക്കുകയാണ്. നിങ്ങളൊക്കെ എന്തിന്റെ അസുഖമാണെന്ന് ചോദിക്കുന്നത്. ഇതാണ് ഒരു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ എന്തൊക്കെയോ ചില രാഷ്ട്രീയ ഗൂഢാലോചന നടത്താൻ വേണ്ടി തന്നെയാണ് KC അവിടെ വന്നത്. നമുക്ക് ഏറെക്കുറെ ഊഹിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. അല്ല വെറുതെ ഒന്നുമല്ല. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. കാര്യം എന്താ? ഇതിനുശേഷം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് BJP-യുടെ. അദ്ദേഹത്തിന് കൊടുങ്ങല്ലൂർ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്.
അദ്ദേഹം ജി സുധാകരനെ കാണാനായിട്ട് വന്നു. ജി സുധാകരനെ കാണാനായിട്ട് വരികയും അവർ നേരെ ചർച്ച നടത്തിയിട്ടുമാണ് പോയത്. അപ്പൊ ജി സുധാകരൻ ഈ രണ്ടുപേരെയും താരതമ്യം ചെയ്തു നോക്കി, ഇതിലേതാ ബെറ്റർ? കാര്യം ഇനിയിപ്പോ ഗോപാലകൃഷ്ണന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണയും സീറ്റ് അധികാരം കിട്ടില്ല. കാര്യം ഇവിടെ BJP-യുടെ ഒപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം, BJP-ക്ക് ഇത്തവണ 2026 അധികാരം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതേസമയം ഇത്തവണ UDF-നൊപ്പം നിന്നാൽ, അപ്പൊ ഈ രണ്ട് ചർച്ചകളെയും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതേസമയം UDF-നൊപ്പം നിന്നാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട്, കേരളത്തിനകത്തുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോൾ സ്വാഭാവികമായും വോട്ടുകൾ BJP-യിലേക്കല്ല മറിച്ച് UDF-ലേക്കായിരിക്കും പോവുക എന്ന് സ്വാഭാവികമായും ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ കിടന്ന് പൊളച്ച ജി സുധാകരൻ അറിയാം. അതറിയാത്തത്രയും മണ്ടനല്ല ജി സുധാകരൻ. കാര്യം അദ്ദേഹം വളർന്നു വന്ന ഒരു രാഷ്ട്രീയം അതായിരുന്നു, അദ്ദേഹം പ്രവർത്തിച്ചു വന്ന ഒരു രാഷ്ട്രീയം അതായിരുന്നു, അദ്ദേഹം കൊണ്ടു നടന്ന ഒരു രാഷ്ട്രീയം അതായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ജി സുധാകരൻ തീർച്ചയായിട്ടും തെരഞ്ഞെടുക്കുന്നത് ഏതായിരിക്കും? UDF-നെ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. അല്ലാതെ അങ്ങനെ ചിന്തിച്ചു വരുന്ന ഒരാൾ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് പോകില്ല. കെ സുധാകരൻ എന്താണ് അവസാന വട്ടവും ചർച്ച നടത്തിയിട്ട് കെ സുധാകരൻ പിന്മാറി? എന്താ? ഡൽഹിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടെല്ലാം ചർച്ച നടത്തിയിരുന്നു കെ സുധാകരന്റെ. അതിപ്പോ പാർട്ടിക്കാരെ മൂടി വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാര്. ജി സുധാകരൻ പറഞ്ഞു കെ സുധാകരൻ പറഞ്ഞു എനിക്ക് അങ്ങനെ അറിയേയില്ല എന്ന്. എന്താ കെ സുധാകരൻ മാറിയത്? കെ സുധാകരൻ ഇപ്പൊ 78 വയസ്സായി. ആ മനുഷ്യന് ഈ 5 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എത്രയാവും? 83 വയസ്സാവും. ഈ 83 വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് ഇനിയും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കഴിയുള്ളൂ. എല്ലാവർക്കും VS-നെ പോലെ 86-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രി ആകാൻ കഴിയണമെന്നൊന്നുമില്ല. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് കെ സുധാകരന് കൃത്യമായിട്ട് അറിയാം. ഇത്തവണ ഒഴിഞ്ഞു മാറി എന്നാൽ മാന്യമായി രാഷ്ട്രീയത്തിൽ നിൽക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ BJP-യിലേക്ക് പോകുന്നുണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ല, കെ സുധാകരൻ അറിയാൻ പറയുന്നത്. ഇപ്പം ഈ പ്രായത്തിൽ ഇനിയിപ്പം BJP-യിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്ന് കെ സുധാകരൻ നന്നായിട്ട് മനസ്സിലാണ്ട് ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് വെച്ച എല്ലാ നിബന്ധനകൾക്കും മുമ്പിൽ അടിയറവ് പറഞ്ഞ് ഗർജിക്കുന്ന സിംഹം ഇങ്ങ് വന്നത്. അതുപോലെ ജി സുധാകരൻ അങ്ങനെ തന്നെ ചിന്തിച്ചു. അദ്ദേഹത്തിന് പ്രായം കടന്നിരിക്കുക. അപ്പൊ അദ്ദേഹം സ്വാഭാവികമായിട്ട് അങ്ങനെ ഇത്തവണ നിന്ന് ജയിച്ചാൽ, ഒരു ജനകീയ സ്വതന്ത്രം എന്നുള്ള പേരിൽ ജയിച്ചാൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ തനിക്കൊരു മന്ത്രിയായി വീണ്ടും 5 വർഷം ഇരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന 2 സുധാകരന്മാരുടെ പുറകിലാണ് എല്ലാ മീഡിയ പിന്നാലെ തന്നെയാണ്. കാരണം ഇവിടെ ഇങ്ങനെ ചില വിവാദങ്ങൾ മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പറ്റുന്ന പ്രശ്നം എവിടെയെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ LDF-ന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചോ LDF-ന്റെ പ്രചരണങ്ങളെ കുറിച്ചോ സ്ഥാനാർത്ഥികളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. ഇനിയിപ്പം ഈ 2 വലിയ പ്രയോജനമുണ്ടോ? അതുമില്ല. 2 ദിവസം കൂടെ കഴിഞ്ഞാല് ഇത് അവസാന ദിവസമായി നോമിനേഷൻ കൊടുക്കേണ്ടത്. ഇന്ന് 20 ആയില്ലേ? നോമിനേഷൻ കൊടുക്കേണ്ട ഡേറ്റ് ആയി. അപ്പം ഇതിനിടയിൽ ഇവരുടെ ആരുടെ ചർച്ചകൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാമൂഹ്യ മാധ്യമങ്ങളടക്കം മെയിൻ സ്ട്രീം മീഡിയ എല്ലായിടത്തും ഇത് തന്നെ കോൺഗ്രസിന്റെ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അതിനിടയിലാണ് ജി സുധാകരൻ ഇങ്ങനത്തെ പിടിപൊട്ടിക്കൽ. ഞാൻ ചേർത്തല P പ്രസാദിനെതിരെ പോയി പ്രസംഗിക്കും. എന്തിന്? സ്വന്തം മണ്ഡലത്തിൽ 10 വോട്ടുണ്ടാക്കാൻ നോക്കുന്നേ. എന്തിനാ ചേർത്തല P പ്രസാദിന് കിട്ടേണ്ട വോട്ട് ഞാൻ അവിടെ പോയി പ്രസംഗിക്കും? നന്നായി, അവിടെ പോയി പ്രസംഗിച്ചോളൂ. ഒരു വർഗവഞ്ചകനായ ഒരാൾ അവിടെ വന്നിരുന്നുകൊണ്ട് UDF-ന്റെ വേദിയിൽ നിന്നുകൊണ്ട് അടിമുടി CPI-കാരനായിട്ട് ജീവിക്കുന്ന P പ്രസാദിനെതിരെ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കാന്? ആ ചേർത്തലക്കാർക്ക് അറിയാം P പ്രസാദ് ആരാണ്, ആലപ്പുഴക്കാർക്ക് അറിയാം P പ്രസാദ് ആരാണ്. അങ്ങനെ ജി സുധാകരനെ കുറിച്ചും ആലപ്പുഴയ്ക്ക് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയല്ലേ. എന്നിട്ട് ആ വ്യക്തിത്വം മുഴുവൻ, ആ രാഷ്ട്രീയ വ്യക്തിത്വം മുഴുവൻ ഒരു മുന്നണിക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി ഒരു മുന്നണിക്ക് മുമ്പിൽ അടിയറവ് വെച്ച ഒരു രാഷ്ട്രീയ കോമരം. അതിനപ്പുറത്തേക്ക് ജി സുധാകരന് യാതൊരു പ്രാധാന്യം നമുക്ക് കൽപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് ജി സുധാകരനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ പുതിയ തന്ത്രവുമായിട്ട് വോട്ട് കിട്ടില്ല അല്ലെങ്കിൽ UDF-ന്റെ ഇതിൽ നിന്നിട്ട് കാര്യമില്ല. കാര്യം അവിടെ വേറൊരു വിമത സ്ഥാനാർത്ഥി വന്നു. പുതിയൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിന്റേതായിട്ട് അവിടെ അവതരിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിന് താല്പര്യമില്ലാത്ത സുധാകരനെ കോൺഗ്രസിൽ താല്പര്യമുള്ള ചിലർക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രം. അതായത് കോൺഗ്രസിന്റെ സുധാകര വിരുദ്ധ വോട്ടുകൾ ഈ പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. അത് സ്വാഭാവികമായി നടക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനകീയ സ്വതന്ത്രൻ എന്നുള്ള ലേബൽ ഒട്ടിച്ചുകൊണ്ട് സ്വയം ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അതിനകത്ത് സ്റ്റിക്കർ മാത്രം മാറുന്നു ജനകീയ സ്വതന്ത്രം എന്ന് പറയുന്നത്. കാര്യം അവിടെ വേറെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വോട്ടുകൾ അങ്ങോട്ടേക്ക് പോകും. അത് 100% ഉറപ്പാണ്. അപ്പോഴാണ് ഇങ്ങനെയല്ല. അപ്പൊ ഈ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എവിടെ നിന്നാലും ജയിക്കും, എന്റെ കൂടെ കുറെ പേര് നിൽക്കുമെന്ന്. ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു ലേബലുള്ള എന്താണെന്നറിയാം. മണി എന്ന് പറയുന്നത് മണിയാശാൻ ഈ പറയുന്ന പോലെ ഒരു ദിവസം പറഞ്ഞു, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഷൂ ആണ് എന്ന് പറയുന്നത്. പാർട്ടി ഇല്ലെങ്കിൽ ഞാൻ ഷൂ ആണ്. പക്ഷെ സത്യമാണ്.
ഈ എന്തുകൊണ്ടാണ് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും കൊല്ലക്കാരുടെ അദ്ദേഹം തന്നെ പറയുന്നില്ല എനിക്ക് ഇത്ര വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഉണ്ടെന്ന്. ആരാണ് പ്രവർത്തിക്കാനുള്ള ഊർജം പകർന്നു ആരാ? CPM എന്ന് പറയുന്നൊരു പാർട്ടിയല്ലേ പ്രവർത്തിക്കാനുള്ള ഊർജം കൊടുത്തത്? എന്ത് നെറികേട് കാണിച്ചാലും അല്ലെ ഏത് സമരമുഖത്തും ഇറങ്ങാൻ ഒരു പ്രോത്സാഹനം നൽകുന്ന ആരാ? CPM എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയാണെന്നേ. അതിന്റെ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ പിന്നിൽ നിൽക്കുന്ന ചെങ്കൊടി ഏന്തി തിരിഞ്ഞു നിൽക്കുന്ന നിരവധി സഹാക്കന്മാരെയാണ് കാണുന്നത്. ഏതൊരു പാർട്ടി നിൽക്കുന്ന ആള്, ഞാൻ ഈ CPM-നെ തന്നെ എടുത്ത് പറയുകയല്ല, കോൺഗ്രസ് ആണെങ്കിൽ തന്നെയും അങ്ങനെ തന്നെയാണ്. അതിന്റെ പിന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന അണികളാണ് അതിന്റെ ശക്തി, നേതാക്കന്മാരല്ല. നേതാക്കന്മാർക്ക് അവരെ നേതാക്കന്മാരാക്കുന്ന ആരാ? അണികളാണ്. അവർ പകർന്നു നൽകുന്ന അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ഓരോ നേതാവിനെയും കരുത്തന്മാരാക്കി മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു നേതാവാക്കിയതിന് പിന്നിൽ ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം, ഒരു വലിയ ജനക്കൂട്ടം തന്നെ പറയേണ്ടി വരും, ഒരു വലിയ വിഭാഗം സഖാക്കന്മാരുടെ അഹോരാത്രമുള്ള മുദ്രാവാക്യം വിളിയുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളുണ്ട്. ജി സുധാകരന്റെ പോസ്റ്റർ അടിച്ചു വെച്ചാൽ മതി. ഓരോ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഉള്ള മതിലിലും ചുവലിലും പോസ്റ്റിലും എല്ലാം കൊണ്ട് ഒട്ടിക്കുകയും ഫ്ലെക്സ് തൂക്കുകയും ചെയ്യുന്ന ആരാ? ജി സുധാകരനാണോ പോകുന്നത്? അല്ലെങ്കിൽ ജി സുധാകരന്റെ കൂലിക്കെടുക്കുന്ന ആൾക്കാരാണോ പോകുന്നത്? 1 രൂപ പോലും മേടിക്കാതെ, 1 രൂപയുടെയും ഉപകാരം കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് കൂടി അതിനുവേണ്ടി രാത്രിയെന്നില്ല പകലെന്നില്ലാതെ ഈ പറയുന്ന ഫ്ലെക്സ് എടുത്ത് തോളെ ചുമന്നും നടന്നും സൈക്കിളിലും സ്കൂട്ടറിലും കൊണ്ടുവന്ന് ഒട്ടിച്ചും എടുത്തും പിടിച്ചും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുണ്ടായത്. അല്ലാതെ വെറുതെ ഒരു സുപ്രഭാതം ജി സുധാകരൻ മന്ത്രിയായി വന്നതൊന്നുമല്ല. ആലോചിച്ച് നോക്കൂ. രാത്രിയിൽ ഈ മൈദയും കലക്കിക്കൊണ്ട് മൈദ ചൂടുവെള്ളത്തിൽ കലക്കിക്കൊണ്ട് ഇറങ്ങാണ്. ഇറങ്ങിയിട്ട് രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് ഏതൊക്കെ മതിൽ കിട്ടുമോ ആ മതിലെല്ലാം ഒട്ടിക്കുകയാണ്. ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ, ഈ ഇതിന്റെ ചൂടിനിടയിൽ, നമ്മുടെ അന്തരീക്ഷത്തിന്റെ ചൂടിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഉണ്ടായി കഴിയുമ്പോൾ ഈ ചൂടത്തിൽ നിന്നുകൊണ്ട് ചുവരെഴുതുന്ന പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ തന്നെ റോഡിലോട്ട് ഇറങ്ങിയാൽ കാണാം ചുവരെഴുതുന്നവര്. ഇവരൊക്കെ വിചാരിച്ചിട്ടാണ്, അവര് വിളിച്ച മുദ്രാവാക്യങ്ങൾ പ്രകാരമാണ്, അല്ലെങ്കിൽ അവര് കൊണ്ടു നടന്നിട്ടുള്ള ചെങ്കൊടിയുടെ ബലത്തിലാണ് ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ നേതാവായി മാറിയത്, അല്ല ജന്മം കൊണ്ടല്ല. അപ്പൊ അവരോട് അഹോരാത്രം പണിയെടുത്ത തൊണ്ടപ്പൊട്ടി മുദ്രാവാക്യം വിളിച്ച ആ പറയുന്ന അണികളോട് സ്നേഹമുള്ള ഒരാളും ഇമാതിരി പണി കാണിക്കത്തില്ല. അവരോട് ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരു നേതാവ് ഈ പണി കാണിക്കത്തില്ല. ഇത്രയും കാലം തന്നെ കൊണ്ടു നടന്ന് തന്നെ വളർത്തിക്കൊണ്ട് വന്ന്, അല്ലെങ്കിൽ നേതാക്കന്മാർ വിചാരിക്കുന്നത് എന്താ, ഞങ്ങൾ അങ്ങ് വലിയ സംഭവമാണെന്ന് ഈ നേതാക്കന്മാരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവര് അണികള് അവർ പോയി വേറെ പണി വെക്കാൻ പാടും. അതാണോ ഒരു നേതാവ് ചെയ്യേണ്ടത്? അല്ല. ആ അണികളിലെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇവിടെ മതവികാരം പോലെ അല്ല ഒരു രാഷ്ട്രീയ വികാരം. അവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഒരു സ്പിരിറ്റ് പോലെയാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. അതിനെ മുറിപ്പെടുത്തുന്ന സമീപനം ആര് കാണിച്ചാലും, ഏത് നേതാവ് കാണിച്ചാലും അതിനെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു അണികൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് നിരവധി കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നത്. അലോഷ്യസ് സേവ്യറിന് ഏറ്റവും ഒടുവിൽ രാജി പ്രഖ്യാപിക്കേണ്ടി വന്നത്, ഈ അമ്പലപ്പുഴയിൽ ഒരു വിമത സ്ഥാനാർത്ഥിക്ക് മത്സരിക്കേണ്ടി വന്നത്, കുട്ടനാട്ടിൽ മത്സരിക്കേണ്ടി വന്നത്, ആലപ്പുഴയിൽ മത്സരിക്കേണ്ടി വന്നത്. അപ്പൊ ഏതെടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിക്കോളൂ. അപ്പം അണികളില്ലാതെ നേതാക്കന്മാരില്ല, പാർട്ടിയും ഇല്ല എന്നുള്ള വസ്തുത സത്യത്തിൽ ജി സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന അദ്ദേഹം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് പുതിയ ഒരു ഫോർമാറ്റ് ജനകീയ സ്വതന്ത്രം, ഇതൊന്നും അത്ര വിലപ്പോകാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല.